ഹലോ കൂട്ടുകാരെ, ഇന്ന് ഉച്ചയൂണിൻ്റെ ഒരു തോരൻ്റെ കൂട്ടുമായിട്ടാണ് ഞാൻ വന്നത്. എങ്ങനെയാണ് ഞങ്ങളെ വീട്ടിൽ ബീൻസ് തോരൻ വെക്കുന്നത്. അതിനായിട്ട് ബീൻസും ക്യാരറ്റും പച്ചമുളകും സവാളയും ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞിട്ട് വരാം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. കൂട്ടുകാരെ, ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പാചകവുമായിട്ട് വരും. എല്ലാവരും ഞങ്ങളെ വീഡിയോസ് കാണണം. ഞങ്ങൾ ചെയ്യുന്നതിന് വല്ല തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞങ്ങൾക്ക് വലിയ പാചകമൊന്നും അറിയത്തില്ല. ഞങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ രീതിയിലൊക്കെയാണ് ഞങ്ങളൊന്ന് കാണിക്കുന്നത്. ഇങ്ങനെ ചെറിയതായിട്ട് ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എടുത്തതിന് ശേഷം ഇത് അരിഞ്ഞെടുക്കാൻ സമയം പിടിക്കും കേട്ടോ. എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണണേ. നിങ്ങളെ വീട്ടിലേക്ക് ക്യാരറ്റൊക്കെ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കമൻറ്റിൽ പറയണേ. ഹലോ, ഞങ്ങളെ വീട്ടിൽ ആദ്യമേ ബീട്രൂട്ടിൻ്റെ തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ കാണിച്ചില്ല, അത് വെച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് ബീൻസ് വെക്കുന്നതെന്ന് കാണിക്കാമെന്നും പറഞ്ഞ് ഒന്ന് ബീൻസിൻ്റെ വീഡിയോ കാണിക്കാമെന്നും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ ഉച്ചയ്ക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബീട്രൂട്ട് തോരനുണ്ട്, മീൻ കറിയുണ്ട്, നമ്മുടെ പുളിയാണമുണ്ട്, പിന്നെ ചോറാണ് കേട്ടോ. അപ്പം ഇത്രയാണുള്ളത്. മീൻ കറി തേങ്ങ അരച്ചത്, പിന്നെ മുളക് കറി, പിന്നെ ബീട്രൂട്ട് തോരൻ, ബീൻസ് തോരൻ ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പൊരിച്ച മീനും ഉണ്ട് ഗൈസ്. ഹലോ കൂട്ടുകാരെ, ഞാൻ അങ്ങനെ ബീൻസും ക്യാരറ്റും അരിഞ്ഞു കഴിഞ്ഞു. ഇനി സവാളയും ഒരു പച്ചമുളകും. ഞങ്ങൾക്ക് കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. കുറച്ച്. അപ്പോൾ ഗൈസ്, പൊരിച്ച മീൻ അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് തേങ്ങയെ, ഇതിൻ്റെ ആവശ്യത്തിന് തേങ്ങ. അങ്ങനെ ബീൻസ് അരിഞ്ഞു, തേങ്ങ തിരുവി. അങ്ങനെ അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മുടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണണേ കൂട്ടുകാരെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ട് കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മൾ ബീൻസ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടണേ. എല്ലാവരെയും വീട്ടിൽ ചോറും കറിയൊക്കെ റെഡിയായോ? കുറച്ച് നേരം ഇട്ട് അടച്ചു കൊടുത്ത് ആവിയിൽ വേവണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അടച്ച് ആവിയിൽ വേവിക്കുക.
പച്ച നാറ്റം പോകുമ്പോഴത്തേക്ക്, സ്മെല്ല് മാറുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് ഇടാം. തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇളക്കി കൊടുക്കാമേ. ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നേ. കുറച്ച് നേരം മഞ്ഞയുടെ സ്മെല്ല് മാറാൻ വേണ്ടി വഴറ്റി കൊടുക്കണേ. ഞാൻ മിക്സിയിലൊന്നും തേങ്ങ ഇട്ട് മസാല ആക്കുന്നില്ല. ഞാൻ പച്ച തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഒരേ രീതിയിലാണ് വെക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ വെക്കും. മിക്സിയിൽ പൊടിച്ച് തേങ്ങ മസാല ആക്കി അങ്ങനെ ഇടുന്നുണ്ട്. ഞങ്ങൾ പച്ച തേങ്ങയാണ് ഇടുന്നത് കേട്ടോ. ഓരോരുത്തരും ഒരേ രീതിയിൽ വെക്കും. ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ ഒന്ന് നല്ലതുപോലെ വരട്ടിയെടുക്കണം. ഇത് ഓണത്തിനൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അതേ രീതിയിലാണ് ഞാനൊന്ന് വെക്കുന്നത്. ഓണമല്ലേ ഇപ്പം, സ്പെഷ്യലായിട്ട് ഓരോ തോരനൊക്കെ വെക്കണ്ടേ. ഇനി ഇതിൽ വല്ലതും ചേർക്കുന്ന കൂട്ടിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണേ.